ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗാ നദി. 2008 നവംബർ 4-നാണ് ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപാടത്തിലെ പ്രസിദ്ധമായ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗ. 2525 കിലോമീറ്ററാണ് ഗംഗാ നദിയുടെ നീളം. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഭാഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളിഗംഗ, പിണ്ടാർ എന്നീ 5 നദികളെ ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഭാഗീരഥിയും അളകനന്ദയും സംഗമിച്ച ശേഷം ദേവപ്രയാഗിൽ നിന്നാണ് ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത്. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നും ഉത്ഭവിക്കുമ്പോൾ ഗംഗയുടെ പേര് ഭാഗീരഥി എന്നാണ്. ഹരിദ്വാറിൽ വെച്ചാണ് ഗംഗാ നദി ഉത്തരേന്ത്യൻ സമതലത്തിലേക്ക് പ്രവേശിക്കുന്നത്. വരുണ, അസി എന്നീ 2 പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലമാണ് വാരാണസി. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് ഉത്തർപ്രദേശിലൂടെയാണ്, 1450 കിലോമീറ്റർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി കൂടിയാണ് ഗംഗ. യമുന, അളകനന്ദ, കോസി, സോൺ, ഗോമതി, ദാമോദർ തുടങ്ങിയവയാണ് ഗംഗയുടെ പോഷക നദികൾ. ഗംഗയുടെ അഴിമുഖം കിലോമീറ്ററുകൾ നിറഞ്ഞു നിൽക്കുന്നു. ഗംഗയുടെ അഴിമുഖത്ത് ഉള്ള ദ്വീപാണ് ഗംഗാസാഗർ ദ്വീപ്. അഴിമുഖത്ത് കണ്ടൽക്കാടുകളും മറ്റു വനങ്ങളും ചേർന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വനപ്രദേശം സുന്ദർബൻസ് എന്നറിയപ്പെടുന്നു. വേലിയേറ്റ തിരകൾ, കരയിലേക്ക് ഒഴുകുന്ന സമുദ്രജലവും ഗംഗാ നദി ഈ പ്രദേശത്ത് കൊണ്ടുവന്നടുപ്പിക്കുന്ന എക്കൽ മണ്ണുമാണ് സുന്ദർബൻസിന്റെ സൃഷ്ടിക്ക് കാരണം.